ഈ ഇപ്പോൾ പുതിയ മൊഴി പുറത്തു വന്നല്ലോ, ഈ കർത്തയുടെ മൊഴി പുറത്തു വന്നതോടുകൂടി ഈ കൃത്യമായി ഈ കരിമണൽ കമ്പനി ഈ വീണ വിജയൻ്റെ കമ്പനിക്ക് നൽകിയ ഈ തുക സേവനങ്ങളുടെ പേരിലല്ല. പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തോടുള്ള വ്യക്തിബന്ധം, അദ്ദേഹത്തോടുള്ള അടുപ്പം കൊണ്ടാണ് മകളുടെ കമ്പനിക്ക് ഇത്രയും തുക നൽകിയത് എന്ന് ആ കമ്പനിയുടെ MD തന്നെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എങ്ങനെ കാണുന്നു ഈ ഇപ്പോഴുള്ള ഈ കൃത്യമായ ഈ കർത്തയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ? സ്വാഭാവികമായും പിണറായി വിജയനിലേക്കും സംശയങ്ങൾ നീളുകയല്ലേ ശ്രീ ഹരിദാസ്? പിണറായി വിജയനിലേക്ക് സംശയങ്ങൾ നീളുന്നത് ഇഡിയുടെ പോലത്തെ ഈ കർത്ത കൊടുത്തിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിനോദേ, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ക്രൂക്കഡിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചർച്ച നടത്തരുത്. അദ്ദേഹം നിസ്സാരക്കാരനൊന്നുമല്ല. അദ്ദേഹം ഇപ്പൊ എല്ലാ ചർച്ചകളിലും പറയുന്നതാണ് 39 തവണ അദ്ദേഹത്തിന്റെ ലാവലിൻ കേസ് സുപ്രീം കോടതിക്ക് മാറ്റി വെപ്പിക്കാമെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ ഈ കേസിലും അങ്ങനെ നിസ്സാരവനായിട്ടൊന്നും കാണരുത്. കാരണം എന്താ വെച്ചാൽ കർത്തയുടെ ഡയറിയിൽ PV എന്ന വാക്ക് അവസാനം കർത്ത തന്നെ പറഞ്ഞു അത് പിണറായി വിജയനാണ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അതുമാതിരി തന്നെ KK, അതുമാതിരി തന്നെ മറ്റേ RC, ഇവരിലേക്ക് ഒന്നും തന്നെ അന്വേഷണം ഇതുവരെയ്ക്ക് എത്താതെ ഇപ്പൊ ഈ കർത്തയുടെ മൊഴിയുടെ പേരിൽ പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം എത്തിക്കൊണ്ട് പിണറായി വിജയൻ നാളെ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ സേവനങ്ങളൊന്നും ചെയ്താതെ വീണ തായ്ക്കണ്ടി മേടിച്ച പൈസയുടെ കുടുക്കിൽ പിണറായി വിജയനും ചെന്ന് വീഴും, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഒന്നാമത് എനിക്ക് 10-66 വയസ്സ് പ്രായമുണ്ട്. രണ്ടാമത് കുറച്ചു കാലം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വെച്ചിട്ടും കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പിണറായി വിജയനെ രാഷ്ട്രീയത്തിലുള്ള പിടിപാട് വെച്ചിട്ടും പിണറായി വിജയൻ ഇത്തരത്തിലുള്ളൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വന്നാൽ അത് തീർച്ചയായിട്ടും വരേണ്ടതാണ്. കാരണം ഈ കേസിൽ കർത്ത വീണ വിജയന് 2.78 കോടിയല്ല, ഇനി 2700 രൂപ പോലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണയെ ചാരിക്കൊണ്ട് പിണറായിയിലേക്ക് എത്താനുള്ള, മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള ഒരു വഴിയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2019 കേന്ദ്ര സർക്കാരെ ധാതു ഖനനങ്ങൾ മുഴുവൻ നിയന്ത്രിത വിഷയങ്ങളാക്കി മാറ്റിയിട്ട് ഉത്തരവിറക്കിയിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് ശശിധരൻ കർത്തയ്ക്ക് കരിമണൽ എടുക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പൊ ഈ പുറത്തു വന്ന മൊഴിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശശിധരൻ കർത്ത ആവശ്യത്തിലധികം കരിമണൽ എടുക്കുന്നു, അത് വിൽക്കുന്നു, അതിലത്തെ ലാഭം എംപവർ എന്ന് പറയുന്ന കമ്പനിയിൽ നിക്ഷേപിക്കുന്നു, അവിടുന്ന് ആവശ്യപ്പെട്ടവർക്കൊക്കെ ലോൺ കൊടുക്കുന്നു, തിരിച്ച് ആ പൈസ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്പനി തുടങ്ങുന്നു. അപ്പോ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ കാലത്തും കുറെ കടലാസ് കമ്പനികളുണ്ട്. ഈ കടലാസ് കമ്പനിയുടെ കൂട്ടത്തിൽ തന്നെയാണ് പൂട്ടാൻ വേണ്ടിയിട്ടാണ് വീണ വിജയൻ എന്ന് പറയുന്ന മഹതി ഈ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അതിനൊരു ലക്ഷ്യം കഴിഞ്ഞാൽ അത് പൂട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. നമുക്ക് ആ കമ്പനിയുടെ ചരിത്രമെടുത്ത് മാസം 5 ലക്ഷത്തിന്റെ വിറ്റുവരവ് മാത്രം കാണിച്ചുകൊണ്ട് ഒരു എന്താ പറയണ്ട IT സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? എന്റെ സ്ഥാപനം ദിവസം 2 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, കേവലം 8 തൊഴിലാളികളെ വെച്ചുകൊണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് എന്തിനാണ് തുടങ്ങിയിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം വീണ വിജയൻ ഇത്തരത്തിലൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വിനോദേ, ഈ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിക്ക് അഞ്ജുവിനോടെന്ന പോലെ, പാഞ്ചാല രാജാവിനെ ദ്രൗപദിയോടെന്ന പോലെ, ധൃതരാഷ്ട്രക്ക് ദുശ്ശളയോടെന്ന പോലെ പിണറായി വിജയന് മകനേക്കാൾ കൂടുതൽ സ്നേഹം മകളോടാണ്. അപ്പോ മകളെ തന്നെ ഈ കേസിൽ നിന്നും ഏത് നിലയ്ക്കും പിണറായി വിജയൻ രക്ഷപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു നികുതിദായകനാണ് ഞാൻ. ഒരു കാര്യം വിനോദിനറിയോ, ഈ ചർച്ചകളിൽ ഇത്തരം ജനം TVയും മറ്റ് ചാനലുകളും നടത്തുന്ന ചർച്ചകളിൽ ഞങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള സാമൂഹ്യ നിരീക്ഷകരും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളും വീണ വിജയൻ എന്ന് പറയുന്നതിന് ഹാഷിമിനെ പോലുള്ള ഇടതുപക്ഷ നിരീക്ഷകർ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് വീണ തായ്ക്കണ്ടി എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ വീണ എന്ന് പറയുന്നില്ല, വീണ വിജയൻ എന്ന് പറയുന്നത് വിജയനിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ട്, വിജയനിലേക്ക് ഈ അന്വേഷണം എത്താൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ അടിച്ചിരുത്തിയവർക്കുള്ള മറുപടിയാണ്
ഇപ്പൊ ഈ നമ്മുടെ ശശിധരൻ കർത്തായുടെ ഈ പുറത്തു വന്ന മൊഴി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീണ തായ്ക്കണ്ടിക്ക് ഇത്രയും പണം ഞാൻ കൊടുത്തത് പിണറായി വിജയനെ സന്തോഷപ്പെടുത്താനാണെന്നല്ല വാക്കെങ്കിലും തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനാണെന്ന് ഒരു നമ്മുടെ എന്താ പറയേണ്ടത് ഒരു വ്യവസായി പറയുമ്പോ ആ വ്യവസായി നടത്തുന്ന സ്ഥാപനത്തിലെ KSIDCക്ക് 13% ഓഹരി പങ്കാളിത്തം കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളത്തിൽ നടന്ന ഭരണത്തിന്റെ കൊള്ളയുടെ ആഴം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അവിടെയാണ് ഞാൻ പറയുന്നത് ED രാജീവിലേക്കും എത്തണം. P രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിയിലേക്ക് കൂടി എത്തിയാലേ ഈ ചതുരം പൂർത്തിയാവുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ബാക്കി ഞാൻ എൻ്റെ അടുത്ത ചാൻസിൽ പറയാം.